തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനം. പകരം കതിന മാത്രമേ പൊട്ടിക്കൂ. 15 മിനിറ്റ് മാത്രമായിരിക്കും കുടമാറ്റം ഉണ്ടാകുക. കുടകളുടെ സെറ്റിന്റെ എണ്ണവും കുറയ്ക്കും. തൃശൂരിൽ ചേർന്ന മന്ത്രിമാരുടെയും ദേവസ്വങ്ങളുടെയും യോഗത്തിലാണ് തീരുമാനമായത്. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം സിംബോളിക്കാക്കും. കുറച്ച് സെറ്റ് മാത്രം. അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെയല്ലേ. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇളഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള കുടമാറ്റം ആചാരപരമായ കാര്യങ്ങൾ നടത്തും. എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. ആചാരങ്ങളെല്ലാം നടക്കും. തൃശൂരിൽ നിന്ന് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഒരു സുപ്രധാന യോഗമാണ് അല്പസമയം മുൻപ് അവസാനിപ്പിച്ചത്. എന്തായാലും തൃശൂർ പൂരം നടക്കും. അത് ആചാരപരമായി എല്ലാ ചടങ്ങുകളും ഉണ്ടാകും. വെടിക്കെട്ടുണ്ടാവില്ല. പ്രതീകാത്മകമായി കുടമാറ്റം നടത്തും. പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങളിലുള്ള തീരുമാനമാണ് ഉണ്ടായത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന അട്രാക്ഷൻസായി പൂരപ്രേമികൾ കരുതുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്തവണ പൊലിമ കുറയുന്നത്. അതായത് വെടിക്കെട്ടിന് വേണ്ടി ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും തൃശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്താറുണ്ട്. പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സാമ്പിൾ വെടിക്കെട്ടും നാളെ ഉണ്ടാവില്ല എന്ന് സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാം. മറ്റൊന്ന് കുടമാറ്റമാണ്. കുടമാറ്റം ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യത്തിൽ പൂരനാളിൽ തെക്കേ ഗോപുര നടയിൽ 2 ഭഗവതിമാരും നേർക്കുനേർ വരുമ്പോൾ 15 ആനപ്പുറത്ത് ഒരു നയനാനന്ദകരമായ കാഴ്ചയായി പൂരപ്രേമികൾ കരുതുന്ന ഒരു കുടമാറ്റമാണ്. ഇത്തവണ അത് ഏതാണ്ട് 15 മിനിറ്റ് മാത്രമാണ് നടക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് സാധാരണഗതിയിൽ 1 മണിക്കൂർ നീളുന്ന കുടമാറ്റം ഇത്തവണ 15 മിനിറ്റിലേക്കായി ചുരുക്കുമ്പോൾ ഒരു 10 സെറ്റോളം കുടകൾ ഒരുപക്ഷെ അവതരിപ്പിച്ചേക്കാം. അതിലും മത്സര സ്വഭാവത്തോടു കൂടി 2 ദേവസ്വങ്ങളും സാധാരണ പുറത്തു കൊണ്ടുവരുന്ന സ്പെഷ്യൽ കുടകളോ സർപ്രൈസ് കുടകളോ ഇത്തവണ അവതരിപ്പിക്കാനും സാധ്യതയില്ല. ഇത്തരത്തിൽ ഈ 2 സംഭവങ്ങളിൽ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇത്തവണ പൂരം നടക്കുക എന്നുള്ളതാണ് കാര്യം. നിലവിൽ ഈ ദുരന്തത്തിന്റെയും മരണത്തിന്റെയും പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്ന് ചേർന്ന സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിലാണ് ഇത്തരത്തിൽ പൂരം നടത്താൻ തീരുമാനമായത്. പക്ഷേ മറ്റ് ചടങ്ങുകളെല്ലാം ആചാരം പാലിച്ചുകൊണ്ട് തന്നെ നടക്കും. മഠത്തിൽ വരവുണ്ടാകും, തെക്കോട്ടിറക്കമുണ്ടാകും, പാണ്ടിമേളമുണ്ടാകും, എലഞ്ഞിത്തറ മേളമുണ്ടാകും. മഠത്തിൽ വരവ് അതിൻ്റെ ദൈർഘ്യത്തിൽ തന്നെ നടക്കുമെന്ന് പറയുമ്പോൾ അത്ര നേരം പാണ്ടിമേളം ഉണ്ടാവുമെന്ന് നമുക്ക് അനുമാനിക്കാം. പഞ്ചവാദ്യവും ഉണ്ടാവും. മേളവാദ്യകാര്യങ്ങളിൽ തന്നെ ഒരു വെട്ടിച്ചുരുക്കലിൻ്റെ കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആചാരം പാലിക്കുമെന്ന് പറയുമ്പോൾ തെക്കോട്ടിറക്കവും ഘടകപൂരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഘടകപൂരം വരുന്നതും ഘടകപൂരങ്ങളുടെ ആനകളും ഒക്കെ തന്നെ സാധാരണഗതിയിൽ തന്നെ നടക്കുമെന്ന് പറയുമ്പോൾ പൂരത്തിൻ്റെ മറ്റ് എഴുന്നള്ളിപ്പും വാദ്യങ്ങളും ഒക്കെ നടക്കുമെങ്കിലും വെടിക്കെട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വർണ്ണാഭമായ കുടമാറ്റവും ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇരു ദേവസ്വങ്ങളുടെയും പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. തിരുവമ്പാടിയും പാറമേക്കാവും സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇന്ന് ചർച്ചകൾക്ക് മുൻപ് പാറമേക്കാവ് ദേവസ്വം പ്രതിനിധി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, അതായത് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി വെടിക്കെട്ടടക്കം നടത്തണമെന്നുള്ളതാണ് ഒരു പൊതു അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നു. അത്തരം ആവശ്യങ്ങൾ ആരെങ്കിലും ഈ നടന്ന മീറ്റിംഗുകൾ ഉന്നയിച്ചിരുന്നു? അപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് അത് എല്ലാവരും ഐക്യത്തോടെ തന്നെ എത്തിയ ഒരു തീരുമാനമാണോ ഇതൊക്കെ? സ്വാഭാവികമായും യോഗത്തിൽ സർക്കാരും ദേവസ്വങ്ങളും മറ്റു പ്രതിനിധികളും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എല്ലാവരുടെയും അഭിപ്രായം കേട്ടൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ഇത്രയധികം പേർ മരിച്ച പശ്ചാത്തലവും അതിൻ്റെ ദുഃഖം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷവും ഒക്കെ തന്നെ സർക്കാരും ദേവസ്വങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വങ്ങൾ തങ്ങളുടെ ദേശക്കാരുടെ അല്ലെങ്കിൽ തങ്ങളുടെ ആഘോഷ കമ്മിറ്റികളുടെ അഭിപ്രായം ഇന്ന കാര്യങ്ങളാണെന്ന് യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. സർക്കാർ തങ്ങളുടെ അഭിപ്രായവും അറിയിച്ചു. ഒടുവിൽ ഇരു കൂട്ടരും സംസാരിച്ച സമവായ രൂപത്തിലാണ് ഇന്ന കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിച്ചുരുക്കലും വെടിക്കെട്ടൊഴിവാക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത്തവണ പൂരം ഇത്തവണ പൂരം നടക്കുമ്പോൾ വെടിക്കെട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുടമാറ്റം അത് പ്രതീകാത്മകമായി നടത്താനുള്ള തീരുമാനം. മറ്റ് ആചാരപരമായ ചടങ്ങുകൾ ഇല്ലെങ്കിൽ തറമേളം അടക്കമുള്ളവ കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ചേർന്ന പ്രധാനപ്പെട്ട നിർണായക യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത്. ആ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ.